ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു മിനി വോൾ ഹാങ്ങറാണ്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടാതെ എന്നെ ഇൻസ്റ്റഗ്രാമിലൂടെയും ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് പേപ്പർ ട്യൂബ്സ് ആണ്. ഞാനിവിടെ കളർ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ കളർ പേപ്പർ ഇല്ലാത്തവർ സാധാ നോർമൽ പേപ്പർ വെച്ചിട്ട് പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മേൽക്ക് പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടാക്കി വെച്ച പേപ്പർ ട്യൂബ്സ് എല്ലാം നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഞാനിവിടെ നമ്മൾ പേപ്പർ ട്യൂബ്സ് ഒക്കെ നല്ലോണം സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. സൈഡിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് ലൈന് വരഞ്ഞിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വൃത്തിക്ക് കിട്ടും. ഞാനിവിടെ രണ്ട് സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു യെല്ലോ കളർ ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കുക. ഞാനിവിടെ യെല്ലോ കളർ ചാർട്ട് പേപ്പറാണ് എടുത്തത്. എന്നിട്ട് അതിന്റെ മേലേക്ക് പെറ്റൽ ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിന്റെ മേൽക്ക് 2 സെന്റിമീറ്റർ സർക്കിൾ വരക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പെറ്റൽസ് ഒക്കെ ഇതേപോലെ ആദ്യം അറേഞ്ച് ചെയ്യുക. എന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്ലവറിന്റെ സെന്റർ പോർഷനിൽ കുറച്ച് ഗ്ലൂ ആക്കുക. എന്നിട്ട് അതിന്റെ മേൽക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള കടുകൊക്കെ തട്ടിക്കളയാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവർ നേരത്തെ ഉണ്ടാക്കിയ പേപ്പർ ട്യൂബ്സിന്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതിന്റെ തണ്ട് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ കൊണ്ട് പിന്നെയും പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ലീഫ് ഷേപ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവറിന്റെ മേൽക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് പോട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് ഞാനിവിടെ പോട്ട് ഷേപ്പ് വരക്കുന്നുണ്ട്. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോട്ട് ഷേപ്പ് ഒരു ബ്ലാക്ക് ഷീറ്റിന്റെ മേലെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ റിബൺ എടുക്കുക. എന്നിട്ട് അതിന്റെ താഴെ ഇതേപോലെ സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫ്ലവറിന്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ മിനി വോൾ ഡെക്കർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ എന്നെ അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.